ഈ റീറ്റെയിൽ രംഗത്ത് നിൽക്കുന്ന നമ്മൾ മറ്റ് കോമ്പറ്റേറ്റേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ടാവും. അവർ ത്രൂ ഔട്ട് കുറെ വർഷങ്ങളായിട്ട് ആ കമ്പനിയുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ടാവും. അജ്മൽ ബിസ്മി അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ലേ? ഉണ്ടല്ലോ. കുഞ്ചാക്കോപ്പൻ നമ്മുടെ ഒരു ബ്രാൻഡ്, ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ബ്രാൻഡ് റീകോള് AB അജ്മൽ ബിസ്മി എന്നും പറഞ്ഞ് 2015 നമ്മൾ റീബ്രാൻഡിങ് വന്നപ്പോൾ ശരിക്കും ഒരു നോട്ടബിൾ പേഴ്സൺ അല്ലെങ്കിൽ ഇതേപോലൊരു ഇവരെയൊക്കെ നമുക്ക് വേണ്ട ഒരു ഫേസ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോഴാണ്. അപ്പം നമ്മൾ ആ ഒരു റീബ്രാൻഡിങ്ങിൻ്റെ സമയത്താണ് ചാക്കോച്ചനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഫുഡ് റീറ്റെയിലോട്ട് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫാമിലിയാണ് കയറുന്നത്, യൂത്ത് അല്ല. അപ്പം എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരു ക്ലീൻ സ്ലേറ്റ് അല്ലെങ്കിൽ ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഹി വാസ് വെരി ഗുഡ് ഫ്രണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ ഷൂട്ടാണെങ്കിലും ഒക്കെ അതിനൊന്നും ഒരു മടിയോ. ആൻഡ് എനിക്ക് തോന്നുന്നു ചാക്കോച്ചനും ബിസിനസ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അപ്പം നമ്മളൊരു പോസ്റ്റർ ഇട്ടാൽ പോലും പുള്ളി അത് നമ്മളെ വിളിച്ചിട്ട് അത് മേടിക്കും, പുള്ളിക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. അത്രക്ക് അതിൽ ഇൻവോൾവ് ആയി.